ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ്. അതിൻ്റെ പാർട്ട് 2 ക്ലാസ് ആണ്. 11/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, അതായത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നോക്കുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്. 310 കെൽവിൻ, 37 കെൽവിൻ, 61 കെൽവിൻ, 371 കെൽവിൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, 310 കെൽവിൻ ആണ്. ഓക്കെ, ഇനി പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ജലം തിളയ്ക്കുന്നത്. ജലം തിളയ്ക്കുന്നത് എത്രയിലാണ്? ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ 0 ഡിഗ്രിയിലാണ് ജലം ഐസാകുന്നത്. ജലം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. 0 ഡിഗ്രിയിൽ ഐസാകുന്നു, 100 ഡിഗ്രി സെൽഷ്യസിൽ ജലം തിളയ്ക്കുന്നു. അതിന് ഫാരൻഹീറ്റിലാണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ ജലം ഐസാകുന്നത് 32 ഡിഗ്രിയിലാണ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ ജലം തിളയ്ക്കുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. ജലം തിളയ്ക്കുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത്? V = U + ST, U² = V² - 2AS, S = UV + ½ AT², V² = U² + 2AT. ഉത്തരം ഓപ്ഷൻ ബി ആണ്, U² = V² - 2AS. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, താപോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു, രാസോർജ്ജം ഗതികോർജ്ജമാകുന്നു, യാന്ത്രികോർജ്ജം താപോർജ്ജമാകുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, രാസോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറുന്നു. പെട്രോൾ കാറിൽ നടക്കുന്നത് രാസോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറുന്നു. ഓക്കെ, പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഊർജ്ജ പരിവർത്തനങ്ങൾ നോക്കാം. ഡൈനാമോയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത്. ഡൈനാമോയിലെ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിലാണെങ്കിൽ പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ടാണ് മാറുന്നത്. ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ടാണ് മാറുന്നത്. ഓക്കെ, അതുപോലെ ഫാൻ കറങ്ങുന്നത്, ഫാനിലാണെങ്കിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഫാനിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇനി ഇലക്ട്രിക് ബെല്ലാണെങ്കിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇലക്ട്രിക് ബെല്ലിലാണെങ്കിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം. ഇനി ഇസ്തിരിപ്പെട്ടിയാണെങ്കിൽ അയൺ ബോക്സിൻ്റെ ആണെങ്കിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. ഓക്കെ, അതുപോലെ തന്നെ പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് മൈക്രോഫോൺ. മൈക്രോഫോണിലാണെങ്കിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. മൈക്രോഫോണിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഇനി ലൗഡ് സ്പീക്കർ ആണെങ്കിൽ നേരെ തിരിച്ചാണ്. ലൗഡ് സ്പീക്കറിലാണെങ്കിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ഒന്നുകൂടി പറയാം, മൈക്രോഫോണിലാണെങ്കിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ലൗഡ് സ്പീക്കറിലാണെങ്കിലോ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി വരുന്നു. സൂര്യനും ഭൂമിക്കും ഇടയിൽ ബുധൻ വരുന്നു. ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ സൂര്യൻ വരുന്നു. സൂര്യഗ്രഹണമാകുമ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. അതാണ് സൂര്യഗ്രഹണം. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു, സൂര്യഗ്രഹണം. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഓർത്തിരിക്കാൻ ഒരു കോഡായിട്ട് പറയാറുള്ളത് EMS എന്ന് ഓർത്തിരുന്നാൽ മതി. EMS, എർത്ത് മൂൺ സൺ. EMS, എർത്ത് മൂൺ സൺ. EMS ആണ് സൂര്യഗ്രഹണം. അതായത് എർത്ത് മൂൺ സൺ, മൂണ് സെൻട്രൽ വരുന്നു. ഓക്കെ, EMS. ഇനി ചന്ദ്രഗ്രഹണമാണെങ്കിൽ MES തിരിച്ചു പറഞ്ഞാൽ മതി. മൂൺ എർത്ത് സൺ. ചന്ദ്രഗ്രഹണമാകുമ്പോൾ MES ആണ്, മൂൺ എർത്ത് സൺ. ഓക്കെ, സൂര്യഗ്രഹണമാകുമ്പോൾ എന്താണ് പറഞ്ഞത്? EMS എന്ന് പറയുമ്പോൾ മൂന്ന് സെൻട്രൽ വന്ന, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നോക്കിയാൽ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക.
ഓപ്ഷൻ എ തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം മാത്രമാണ് ശരി, തന്നിരിക്കുന്നതിൽ 3 മാത്രമാണ് ശരി, തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റ്, തന്നിരിക്കുന്നതിൽ 2ഉം 3ഉം എന്നിവ മാത്രമാണ് തെറ്റ്. ഇതിൽ പ്രസ്താവനകൾ തന്നിരിക്കുന്നതിൽ ശരി തെറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നതിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പരും ഒരേ മാസ് നമ്പരുമുള്ള വ്യത്യസ്ത മൂലകത്തിൻ്റെ ഒരേ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. വ്യത്യസ്ത മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഇതിൽ ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അതായത് ഐസോടോപ്പുകൾ എന്ന് പറയുമ്പോൾ ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ആയിരിക്കും. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ളതാണ് ഐസോടോപ്പുകൾ. ഇനി ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരും ഉള്ളതാണിത് ഐസോബാറുകൾ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത് ഐസോടോപ്പുകളെ പറ്റിയിട്ട്? ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അറ്റോമിക സംഖ്യ 8 ആയ മൂലകമാണ് ഡാഷ്. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്സിജൻ ആണ്. അറ്റോമിക സംഖ്യ 8 ആയ മൂലകമാണ് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 8 ആണ്. ഹൈഡ്രജൻ്റെ എത്രയാണ്? ഹൈഡ്രജൻ്റെ അറ്റോമിക സംഖ്യ 1 ആണ്. കാർബണിൻ്റെത് 6 ആണ്. കാർബണിൻ്റെ അറ്റോമിക സംഖ്യ 6 ആണ്. നൈട്രജൻ്റെ ആണെങ്കിൽ 7 ആണ്. ഹൈഡ്രജൻ്റെ 1, കാർബണിൻ്റെ 6, നൈട്രജൻ്റെ 7, ഓക്സിജൻ്റെത് 8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജി, ലക്ഷ്മണ സ്വാമി മുതലിയാർ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ DS കോത്താരി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ DS കോത്താരിയുടേതാണ് ഈ വാക്കുകൾ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരി. അടുത്ത ക്വസ്റ്റ്യൻ. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10, ഡിസംബർ 1, ഡിസംബർ 25, ഡിസംബർ 24. മനുഷ്യാവകാശമായി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഡിസംബർ 10 ആണ്. ഡിസംബർ 10 ആണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഡിസംബർ 1 ആണ് ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? നെപ്പോളിയൻ, മെറ്റേർണിക്, റൂസോ, വോൾട്ടയർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മെറ്റേർണിക് ആണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞ ആരാണ്? മെറ്റേർണിക്. ഇനി ഓപ്ഷൻ എയിലുള്ള നെപ്പോളിയൻ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ആണ്. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ആണ്. അതുപോലെ തന്നെ ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഓക്കെ, ഇനി ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് നെപ്പോളിയൻ അധികാരമേറ്റ വർഷം 1799 ചോദിച്ചിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് അദ്ദേഹം സ്വയം അധികാരമേറ്റ വർഷമാണ് 1799. അതുപോലെ നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ് വാട്ടർലൂ യുദ്ധം. നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? 1815 വാട്ടർലൂ യുദ്ധം 1815. ഓക്കെ, ഇനി റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. റൂസോ എന്ന തത്വചിന്തകനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. സോഷ്യൽ കോൺട്രാക്റ്റ് എപ്പോഴും ചോദിക്കാനുള്ളതാണ്. ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം ആരുടേതാണ്? റൂസോയുടെയാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് റൂസോയുടെയാണ്. ഓക്കെ, മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണെന്ന് അഭിപ്രായപ്പെട്ടതും റൂസോയാണ്. മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണെന്ന് അഭിപ്രായപ്പെട്ടതും റൂസോയാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് ആരുടെ പുസ്തകമാണ്? റൂസോയുടെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? വാഗ്ഭടാനന്ദൻ, കുറുളിച്ചേകോൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കുറുളിച്ചേകോനാണ് കടത്തനാടൻ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ. ഓക്കെ, ആത്മവിദ്യാസംഘ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘ സ്ഥാപകൻ. ഓക്കെ,
SNDPയുടെ സ്ഥാപകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് SNDP. ഇനി അയ്യങ്കാളിയുടേതാണ് സാധുജന പരിപാലന യോഗം. സാധുജന പരിപാലന യോഗം അയ്യങ്കാളിയുടേതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കൊല്ലമാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കൊല്ലത്താണ്. ഓപ്ഷൻ സി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയിലെ ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? 5:30 AM, 5:30 PM, 7:30 PM, 7:30 AM. ഉത്തരം ഓപ്ഷൻ സി ആണ്, 7:30 PM ആണ്. ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. 5.5 മണിക്കൂർ മുന്നിലാണ്. അതാണ് 7:30 വന്നത്. 2ൻ്റെ കൂടെ 5.5 മണിക്കൂർ കൂട്ടുമ്പോൾ 7:30. ഓക്കെ, മുന്നിലാണ്. 7:30 PM ആണ്. 7:30 PM ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം ശരിയാണ്. ധനനയവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? 42-ാം ഭേദഗതി, 74-ാം ഭേദഗതി, 91-ാം ഭേദഗതി, 61-ാം ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 61-ാം ഭേദഗതിയാണ്. ഓപ്ഷൻ ഡി ആണ്. 61-ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്. ഓക്കെ. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 368 ആണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 368. ഇനി ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ ഭരണഘടനാ ഭേദഗതി പാസ്സായ വർഷം 1951 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ ഭരണഘടനാ ഭേദഗതി പാസ്സായ വർഷം 1951. ഏതാണ്? 1951 ആണ്. ഓക്കെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി 1976. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ടത്. ഓക്കെ. 74-ാം ഭരണഘടനാ ഭേദഗതിയാണ് മുനിസിപ്പാലിറ്റി, നഗരപാലിക സ്ഥാപനങ്ങളെക്കുറിച്ചിട്ടുള്ള ഭേദഗതിയാണ് 74-ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 61-ാം ഭരണഘടനാ ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സായി കുറച്ച ഭേദഗതിയാണ് 61-ാം ഭേദഗതി 1989. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ചിറയൻകീഴ്, കാട്ടാക്കട. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നെയ്യാറ്റിൻകരയിലാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, പർവ്വത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലാറ്ററൈറ്റ് മണ്ണാണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണെന്നും പറയും. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിന് ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ലാറ്ററൈറ്റ് മണ്ണാണ്. ചോദിക്കാറുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിന് ഏത് തന്നെയാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. അതുപോലെ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണും ലാറ്ററൈറ്റ് മണ്ണാണ്. ഓക്കെ. ഇനി പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണാണ് റിഗർ സോയിൽ. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്, കർണാടക, ആസാം, കേരളം. ഇതിന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. റബ്ബറിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? റബ്ബറിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കർണാടകം, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂറാണ്. ഓപ്ഷൻ ബി, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളുമായി നിർമ്മിതമായ ഭൂവിഭാഗം ഏതാണ്? മാൾവ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമി, ആരവല്ലി പർവ്വതനിര, ഉത്തര മഹാസമതലം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമിയാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്? ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4, ദേശീയ ജലപാത 5, ദേശീയ ജലപാത 2. ഉത്തരം ഓപ്ഷൻ എ ആണ്. ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 3 ആണ് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ. ദേശീയ ജലപാതകളെ പറ്റിയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണാത്തവരൊന്ന് പ്ലേലിസ്റ്റ് നോക്കി കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, പ്രത്യക്ഷ വിദൂര സംവേദനം, ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഭൂതല ഛായാഗ്രഹണമാണ്. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലമേത്? ഇന്ദിരാ പോയിന്റ്, തൂത്തുക്കുടി, പാറശാല, കന്യാകുമാരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലമേതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിരാ പോയിന്റ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിരാകോൾ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിരാകോള്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിരാ പോയിന്റ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഗുഹർമോത്തിയാണ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സ്ഥലം ഗുജറാത്തിലുള്ള ഗുഹർമോത്തിയും. ഇനി ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? കിഴക്കേ അറ്റത്തുള്ള സ്ഥലം കിബിത്തുവാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സ്ഥലം കിബിത്തു. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിരാ പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണെന്നാണ്? ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. അക്ഷാംശീയ സ്ഥാനം, പശ്ചിമ അസ്വസ്ഥത, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം. ഇതിൽ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം ഓപ്ഷൻ ബി ആണ്. പശ്ചിമ അസ്വസ്ഥതയാണ് സ്വാധീനിക്കാത്ത ഘടകം. അക്ഷാംശീയ സ്ഥാനവും ഭൂപ്രകൃതിയും സമുദ്ര സാമീപ്യമൊക്കെ ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം ഇവയെല്ലാം ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. തന്നിരിക്കുന്നതിൽ സ്വാധീനിക്കാത്ത ഘടകം പശ്ചിമ അസ്വസ്ഥത. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.